ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. സക്സസ്. ഇവളിങ്ങനെ ചതിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഒന്നും അറിയാത്ത രണ്ട് എല്ലാ കുട്ടികളും നിക്കുന്ന കണ്ടില്ലേ? ഇതുവരെ ഒന്നും ആയില്ല, നോക്കിക്കൊണ്ടിരിക്കുക. അതിന് നീ എന്തിനാ ഇത്ര നാണിക്കുന്നത്? നോക്ക് നോക്ക്, ഏട്ടന് നാണം കണ്ടോ? എടാ, ഇതൊക്കെ ലോകത്ത് സർവ്വസാധാരണ. നിനക്കിത് ആദ്യമായതുകൊണ്ട് ഇത്രയ്ക്ക് ടെൻഷൻ. അതിന് എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് ആര് പറഞ്ഞു? നിന്റെ മുഖം കണ്ടറിഞ്ഞൂടെ? ഇങ്ങനെയാണെങ്കിൽ ലേബർ റൂമിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും? മോളെ, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഓ, അറിഞ്ഞു. ഇന്ന് ഈ വീട്ടിൽ സന്തോഷത്തിന്റെ ദിവസം. സന്തോഷിക്കാൻ പ്രഗ്നൻസി കൺഫേം ഒന്നും ആയില്ലല്ലോ. ടെൻഷൻ അടിക്കാതിരിക്കെ, എല്ലാം ഓക്കെ ആയിരിക്കും. ആ, ഇതിനെയൊന്നും പ്രസവിച്ച് വളർത്താന്ന് നീയൊന്നും ജന്മത്ത് കരുതണ്ട. എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് മാത്രമേ നിനക്കൊക്കെ കുഞ്ഞുങ്ങള് ഈ നെല്ലിശ്ശേരിയിൽ ജനിക്കും. അതിനു മുമ്പ് ഈ ഭൂമിയിൽ പിറക്കാനുള്ള ആയുസ് അവറ്റകൾക്കുണ്ടാവില്ല. ഇവളുമാരുടെയൊക്കെ ഗർഭത്തിൽ നിന്ന് തന്നെ അതിനെയൊക്കെ തിരിച്ചയക്കും ഞാൻ. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, നിനക്ക് സുഖാണല്ലോ അല്ലേ? എനിക്കൊരു അസുഖവുമില്ല. അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. അല്ല, വേറൊന്നും കൊണ്ടല്ല. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അസുഖങ്ങൾ വരുന്നത് നല്ലതല്ല, അതുകൊണ്ട് പറഞ്ഞതാ. മനസ്സിലായി. എന്തായാലും എന്റെ പ്രഗ്നൻസിയെ കുറിച്ച് അവന്തികേടത്തേക്ക് ഇത്രയും കരുതലുണ്ടല്ലോ, അത് മതി. സച്ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. തൽക്കാലത്തേക്ക് അഭിനന്ദനങ്ങൾ വേണ്ട. മനുഷ്യനോട് ടെൻഷൻ അടിച്ച് നിൽക്കുക. അകത്തിന് എന്തായോ എന്തോ.
എന്താ വാതിൽ തുറക്കാത്ത? അറിയില്ല. ടെസ്റ്റ് ചെയ്യാൻ ഇത്രയ്ക്ക് സമയമൊന്നും വേണ്ട. ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നിനക്കത് വേണ്ടി വന്നിട്ടില്ല. അമ്പലത്തിൽ ബോധം കെട്ടി വീണപ്പോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകല്ലായിരുന്നോ? എന്തായാലും ഇവൾക്കൊരു കൂട്ടായി. ആദ്യം പോസിറ്റീവ് ആണെന്ന് അറിയട്ടെ. ഇവളെന്താ മുറിയടച്ച് ധ്യാനത്തിലിരിക്കുവാണോ? എല്ലാരും ടെൻഷനോടെ വാതിക്ക് നിൽക്കുന്നുണ്ടെന്ന് അവക്ക് നല്ലതുപോലെ അറിയാം. അതിനുള്ള ബിൽഡപ്പ് ആണിതെല്ലാം. ആ, ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിയാലോ? അതൊന്നും വേണ്ടച്ചാ. ഞാനൊന്ന് വിളിക്കട്ടെ. എന്തായി? എന്തായി അർച്ചന? ചേച്ചി പോസിറ്റീവ് അല്ലേ? നോക്ക്, റെഡ് മാർക്ക് 2 തെളിഞ്ഞില്ലേ? നോക്ക്. ഏ ഏയ് സക്സസ്! ഇവന്റെ ഒരു കാര്യം. അർച്ചന, ഈശ്വര, എത്ര നാളായി ഇങ്ങനൊരു സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എടുത്തി കൺഗ്രാറ്റ്സ് സച്ചേട്ടാ. മോളെ, നന്നായി വരും. നിന്റെ പ്രാർത്ഥനയും കഷ്ടപ്പാടും ഒന്നും വെറുതെ ആയില്ല മോളെ. ഈ അച്ഛൻ മോൾക്ക് വേണ്ടി മനസ്സൊരുക്കി എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാമോ?